പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്നടിച്ച് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ഭിന്നത പരസ്യപ്പോരിലേക്ക് വഴിമാറുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത ഭാഷയിൽ തുറന്നടിച്ച് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്ത്. കെഎസ്യുവിന്റെ ചോരയും നീരുമാണ് യുഡിഎഫ് സർക്കാരെന്നും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ് തെറ്റെങ്കിൽ ആ തെറ്റ് താൻ ആവർത്തിക്കുമെന്നും അലോഷ്യസ് സേവ്യർ കൊച്ചിയിൽ വ്യക്തമാക്കി. തേവര എസ്.എച്ച്. കോളേജിൽ നടന്ന ഹെൽത്ത് സമ്മിറ്റിനിടെ തന്നെ പൂർണ്ണമായി അവഗണിച്ച് മടങ്ങിയ വി.ഡി. സതീശന്റെ നടപടിക്ക് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യറിന്റെ രൂക്ഷ പ്രതികരണം. ഞാനും മജ്ജയും മാംസവുമുള്ള മനുഷ്യനാണ്, നിലപാടിൽ മാറ്റമില്ല. അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് സംസാരിക്കവേ വൈകാരികമായാണ് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത്. പ്രധാന നേതാക്കളുടെ വാക്കുകൾ ചുരുക്കത്തിൽ: സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുകയെന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിനെനിക്ക് മറുപടിയില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ് ഞാൻ ചെയ്തത്. അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇനിയും തുടരും. ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് കെഎസ്യുവിന്റെ ആശങ്കകൾ ഇനിയും വ്യക്തമാക്കും. വിഷമമുണ്ട്, ഞാനും മജ്ജയും മാംസവുമുള്ള മനുഷ്യനല്ലേ. അലോഷ്യസ് സേവ്യർ, കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ. തർക്കത്തിനാധാരമായ തേവരയിലെ സംഭവം ഇങ്ങനെ: പ്രതിപക്ഷ നേതാവ് വി. സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ വേദിയിലെത്തിയ ചടങ്ങിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വേദിയിൽ സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കാണാനായി അലോഷ്യസ് സേവ്യർ കാത്തുനിന്നിരുന്നു. എന്നാൽ സമീപത്തുണ്ടായിരുന്ന മറ്റുള്ളവരോട് സംസാരിച്ച വി.ഡി. സതീശൻ അലോഷ്യസ് സേവ്യറെ പൂർണ്ണമായും അവഗണിച്ച് മുഖം നൽകാതെ മടങ്ങുകയായിരുന്നു. കോൺഗ്രസിൽ ചേരിതിരിഞ്ഞു പോര്. നേതാക്കൾ രംഗത്ത്. നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കെഎസ്യു നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എ ഗ്രൂപ്പും ഒരു വിഭാഗം നേതാക്കളും കെഎസ്യുവിന് പിന്തുണയുമായി എത്തിയപ്പോൾ ഔദ്യോഗിക പക്ഷം പ്രതിപക്ഷ നേതാവിനൊപ്പം ഉറച്ചുനിൽക്കുന്നു. കെഎസ്യുവിനെ അനുകൂലിക്കുന്നവർ: ദീപ്തി മേരി വർഗീസ്, എ.കെ.പി.സി.സി ജനറൽ സെക്രട്ടറി. സമരം ചെയ്തും ജയിലിൽ കിടന്നും പോരാടിയ ഒരു നേതാവിനും കെഎസ്യുവിനെതിരെ സംസാരിക്കാൻ കഴിയില്ല. കെഎസ്യു നേതൃത്വത്തെ അധിക്ഷേപിച്ച നടപടി തിരുത്തണം. മാത്യു കുഴൽനാടൻ എം.എൽ.എ. ജനങ്ങളും അണികളും വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണിതെന്ന് എല്ലാവരും ഓർക്കണം. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ: എം. ലിജു, കെ.പി.സി.സി ഭാരവാഹി, നൌഷാദ് അലി എം.എൽ.എ. തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കെഎസ്യുവിന്റെ സങ്കടം കേൾക്കാൻ തയ്യാറാണെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായ ഈ അവഗണനയും അലോഷ്യസിന്റെ പ്രതികരണവും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്ന് ഉറപ്പാണ്.